പ്രിയമുള്ളവരെ, മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പ്രഭാഷണ പരമ്പരയുടെ ഈ ഭാഗത്തിൽ ദക്ഷിണ ഖഗോളത്തിലെ ഒരു നക്ഷത്രഗണത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് മൊത്തം 88 നക്ഷത്രഗണങ്ങളിൽ 23ാമത്തെ ഗണമാണ്. ഈ 23ാമത്തെ ഗണം ദക്ഷിണ ഖഗോളത്തിന് വളരെ അടുത്ത, ദക്ഷിണ ധ്രുവത്തിന് വളരെ അടുത്ത്. പേര് സർക്കിനസ്. മലയാളത്തിൽ അതിനെ ചുരുളൻ എന്ന് പറയും. എങ്ങനെയാ പേര് വന്നതെന്ന് നമുക്കറിയില്ല, മലയാളത്തിലെ പേര്. ഇംഗ്ലീഷിലുള്ള പേര് ചുരുളൻ, സർക്കിനസ് എന്നുള്ള പേര് വന്നത്, ആ ഒരു പേര് കൊടുത്തത് നിക്കോളാസ് ലൂയിസ് ഡി ലെക്കയിൽ എന്ന ഒരു ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം അതിന്റെ കൂടെ തന്നെ മറ്റ് 2 നക്ഷത്രഗണങ്ങളെയും കൂടെ കൂട്ടി 1756 പേര് കൊടുത്തത്. അതിനുശേഷം ഈ ഗണങ്ങളെ അദ്ദേഹം ഉണ്ടാക്കിയ മൊത്തം പട്ടികയിൽ ചേർക്കുകയുണ്ടായത്. അപ്പോ ഇന്ന് ഈ ഗണത്തെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആ ഗണത്തിന് ചില സവിശേഷതകൾ കൂടിയുണ്ട്. ഒന്ന്, നമ്മളെ ഉത്തര ഖഗോളത്തിലുള്ള കാഴ്ചക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഈ ഗണത്തെ കണ്ടുപിടിക്കാൻ അല്പം പ്രയാസമുണ്ട്. കാരണം നമുക്കറിയാം, നമ്മള് പ്രത്യേകിച്ചും ഇന്ത്യക്കാർ, കേരളക്കാർ ഭൂമധ്യരേഖയിൽ ഏതാണ്ട്, ഞാൻ ഈ സംസാരിക്കുന്ന കോഴിക്കോട്ട് നിന്നാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് 11 ഡിഗ്രി വടക്ക് ഭാഗത്താണ് കോഴിക്കോട്. അപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു നക്ഷത്ര ഗണത്തെ കാണുക അല്പം അസാധ്യമായ കാര്യമാണ്. കാണാം, വളരെ ഭംഗിയായിട്ട് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും. ഒരുപക്ഷെ ഒരു നല്ല ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ കാണാൻ കഴിഞ്ഞേക്കും. കാരണം നമുക്കറിയാം, ചക്രവാളത്തിൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ആകാശ വസ്തുക്കളൊക്കെ ചക്രവാളത്തിനടുത്തുള്ള നിരീക്ഷകരിൽ നിന്നും വളരെ ദൂരെയാണ് ചക്രവാളം. ദൂരെ പോകും തോറും ആ വസ്തുക്കളെ കാണുക വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരിക്കും. എങ്കിലും നമ്മൾ തുടങ്ങി വെച്ച പ്രവൃത്തി പൂർത്തീകരിക്കണമല്ലോ. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ടുള്ള ഒരു സാഹസിക പ്രവർത്തനമാണിത്. മലയാളത്തിൽ 88 ഗണങ്ങളെയും വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന കഠിനാധ്വാനം പിടിച്ച ഒരു പ്രവർത്തനം. ഏതായാലും അത് തീരുന്നവരെ തന്നെ എവിടം വരെ പോകുമോ അവിടം വരെ പോകട്ടെ എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഗണത്തിന്റെ സവിശേഷത എന്ന് വെച്ചാൽ, ഇതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഒരു സവിശേഷമായ പേര്. സർക്കിനസ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഭാഷയിൽ നമ്മുടെ കുട്ടികളുടെ, സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒക്കെ കയ്യിൽ കാണുന്ന ഇൻസ്ട്രുമെന്റ് ബോക്സിലെ വൃത്തം വരക്കുന്ന കോമ്പാസ് പോലുള്ള ഉപകരണത്തിനാണ് സർക്കിനസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് കോമ്പസ് അല്ല, വൃത്തം വരക്കുന്ന കോമ്പസാണ്. അതായത് വരപ്പുകാരുടെ ഒരു ഉപകരണം. ഈ കൂട്ടത്തിൽ മറ്റു 2 ഉപകരണങ്ങളും കൂടെ നക്ഷത്രങ്ങളുടെ പേരിലായിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് വിവരിക്കാം. അതിലൊന്ന് നോർമ. നോർമ എന്നാൽ റൂളർ എന്ന അർത്ഥമാണ്, സ്കെയില്.
വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന 12 ഇഞ്ചോ അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ നീളമുള്ള സ്കെയിലിനാണ് നോർമ. മറ്റൊരു വസ്തു ട്രയാങ്കുലം എന്ന് പറഞ്ഞ സെറ്റ് സ്ക്വയർ ആണ്. ഇത് 3 വരപ്പുകാർ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. അക്കാലത്ത് ഈ 3 വസ്തുക്കളെയും നമ്മുടെ നേരത്തെ പറഞ്ഞ ലക്കയിൽ നക്ഷത്രഗണങ്ങളായി പരിഗണിക്കുകയുണ്ടായി. അദ്ദേഹം തന്നെ താൻ ഉണ്ടാക്കിയ ചാർട്ടിൽ, പിൽക്കാല ചാർട്ടിൽ അതിനെ വീണ്ടും നവീകരിച്ച് അതിനകത്ത് ചേർക്കുകയുണ്ടായി. ശരി, മറ്റൊരു സവിശേഷത എന്താണെന്നാൽ ഇതിനകത്ത് ഈ അടുത്ത കാലത്തായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വളരെ പ്രസിദ്ധമായ ഒരു വാന നിരീക്ഷണ കേന്ദ്രം തെക്കേ അമേരിക്കയിൽ ചിലിയിലുണ്ട്. ചിലി രാജ്യം. ആ വാന നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ധാരാളം പുതിയ ഗ്രഹയൂഥങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടെത്തിയ ഗ്രഹയൂഥങ്ങളിൽ ഈ ഗണത്തിലും 2 പ്രധാനപ്പെട്ട ഗ്രഹയൂഥങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്നുള്ള അന്വേഷണത്തിന്റെ തിരക്കിലാണല്ലോ നമ്മൾ. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്നത്. രണ്ടാമത്, ഈ നക്ഷത്രത്തിൽ ഈ നക്ഷത്ര ഗണത്തിൽ വുൾഫ്രൈറ്റ് എന്ന 9 നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. വുൾഫ്രൈറ്റ് എന്ന നക്ഷത്ര കൂട്ടങ്ങൾ യഥാർത്ഥത്തിൽ അവയുടെ ഇന്ധനം കുറഞ്ഞു വന്ന് മരണാസന്നമായ നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളാണ് വുൾഫ്രൈറ്റ് നക്ഷത്രങ്ങൾ. അതായത് ഹൈഡ്രജൻ കുറഞ്ഞ് ഹൈഡ്രജന്റെ ഫ്യൂഷൻ അവസാനിച്ച് ഹീലിയം ഫ്യൂഷൻ തുടങ്ങുമ്പോഴാണ് അവ വുൾഫ്രൈറ്റ് നക്ഷത്രങ്ങളായി മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ കൂടെ ഉള്ള ഒരു ഗണമായതുകൊണ്ട് എന്തുകൊണ്ടും സവിശേഷ പ്രാധാന്യമുണ്ട്. ഇതിനകത്തിരിക്കുന്ന മറ്റ് ചില വസ്തുക്കൾ, ഒന്നൊരു പൾസാർ. പൾസാർ എന്നാൽ പൾസേറ്റിംഗ് സ്റ്റാർ, സ്പന്ദിക്കുന്ന നക്ഷത്രങ്ങൾ. ആ സ്പന്ദിക്കുന്ന നക്ഷത്രങ്ങളെ പറ്റി നമുക്കറിയേണ്ടതുണ്ട്. ആ സ്പന്ദനം ഏത് തരംഗ ദൈർഘ്യത്തിലാണ്? നമ്മുടെ ദൃശ്യപ്രകാശ തരംഗത്തിലാണ്? അല്ല, അത് റേഡിയോ തരംഗങ്ങളിലാണ്. 18-ാം നൂറ്റാണ്ടിൽ ശേഷം റേഡിയോ തരംഗങ്ങളും റേഡിയോ തരംഗങ്ങളുടെ പ്രണവസ്ഥാനം അത് കണ്ടുപിടിച്ചപ്പോഴും റേഡിയോ ജ്യോതിശാസ്ത്രം വളരെ പെട്ടെന്ന് വളർന്ന് വികസിച്ചു. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പൾസാറുകൾ, റേഡിയോ സ്പന്ദനങ്ങൾ പുറത്തുപിടിക്കുന്നുണ്ടെന്ന് ഒരു പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞ വനിത, അവരുടെ പേര് ജോസലിൻ ബെൽ, അവർ ഈ അടുത്ത കാലത്താണ് അന്തരിച്ചു പോയത്. അവരാണ് ആദ്യമായിട്ടൊരു പൾസാറിനെ കണ്ടെത്തിയത്. ആ പൾസാറിൽ നിന്നും കൃത്യമായ റേഡിയോ സ്പന്ദനങ്ങൾ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പൾസാർ, അത്തരം ഒരു പൾസാർ അതിനകത്തുണ്ട്. അതേപോലെ ഒരു പ്രസിദ്ധ ഗാലക്സി ഉണ്ട്, സർക്കിനസ് ഗാലക്സി. അതിന്റെ മധ്യഭാഗം യഥാർത്ഥത്തിൽ വളരെ സജീവമായ ന്യൂക്ലിയസ്, അതിന്റെ ന്യൂക്ലിയസ് കേന്ദ്രമുള്ള ഒരു ഗാലക്സിയാണ്. ആ സജീവമായ ന്യൂക്ലിയസ് ഉള്ള ആ ഗാലക്സിക്കകത്ത് വലിയൊരു കൂറ്റൻ തമോഗർത്തം കൂടിയുണ്ട്. അപ്പോൾ ഈ പുതിയ കാര്യങ്ങൾ അറിയാനായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരെ ക്ഷണിക്കുകയാണ്. കാണണം, കമന്റ് ബോക്സിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്കിനി ഈ സർക്കിനസ് നക്ഷത്ര ഗണത്തിലേക്ക്, മുഖവുരയിൽ പറഞ്ഞ പോലെ 23ാമത്തെ നക്ഷത്ര ഗണത്തെ പറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ നക്ഷത്രഗണത്തിന്റെ പേര് സർക്കിനസ്. അതല്ലെങ്കിൽ മലയാളത്തിൽ അതിന് ചുരുളൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ചുരുളൻ എന്ന പേരെന്നുള്ളത് അറിയില്ല.
എന്തു തന്നെ ആയാലും ഈ 23ാമത്തെ ഗണം ദക്ഷിണ ഖഗോളത്തിലാണ്. അതേപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ലാറ്റിൻ ഭാഷയിൽ സർക്കിനസ് എന്നാൽ കോമ്പാസ് എന്നാണ്. കോമ്പാസ് ഉപയോഗിക്കുന്നത് ഡ്രോയിങ് ബോർഡിൽ ഡ്രാഫ്റ്റ്മാൻമാരായിരിക്കുമല്ലോ, വൃത്തം വരക്കാൻ ഉപയോഗിക്കുന്ന കോമ്പാസ്. കാന്തിക ശക്തി കൊണ്ട് ദിശ കണ്ടുപിടിക്കാനിരിക്കുന്ന കോമ്പാസ് അല്ല. രണ്ടും തമ്മിൽ തെറ്റിദ്ധരിക്കരുത്. ഈ കോമ്പാസ് സാധാരണ നമ്മുടെ സ്കൂൾ കുട്ടികളുടെയൊക്കെ ഡ്രോയിങ് ബോക്സിനകത്ത്, അതല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്ത് കാണുന്ന ആ കോമ്പാസിനാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരാണ് സർക്കിനസ്. ഇവിടെ നിങ്ങൾക്ക് വലതുവശത്തെ ആ ഗണത്തിന്റെ ചിത്രത്തിനകത്ത് കാണാം. ഇതാണ് കോമ്പാസ്. ഇതാ ഈ കാണുന്നത് ഏതാണ്ടൊരു കോമ്പാസ് മാതിരി തന്നെ ആ രൂപം. മലയാളത്തിൽ ഇതിന് ചുരുളൻ എന്നും അറിയപ്പെടും. ഈ 23ാമത്തെ ഗണം ദക്ഷിണ ഖഗോളത്തിലെ ഒരു ചെറിയ ഗണമാണ്. പക്ഷേ ഗണം ചെറുതാണെങ്കിലും ധാരാളം വ്യത്യസ്ത തരത്തിലുള്ള ആകാശ വസ്തുക്കൾ ഈ ഗണത്തിലുണ്ട്. ഇതിൻ്റെ അതിരുകൾക്ക് അകത്ത് ഉണ്ട്. 1756 ഒരു ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ നിക്കോളാസ് ഡി ലെക്കൈൽ ആണ് ഈ ഗണത്തെ നിർവചിച്ചത്. ഇവിടെ ആ ഗണത്തിന്റെ ചിത്രം വീണ്ടും കൊടുത്തിരിക്കുന്നു ഇടതുവശത്ത്. ആ ഗണത്തിന് ചുറ്റുമുള്ള മറ്റ് നക്ഷത്ര ഗണങ്ങളെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. ലുപ്പസ്, സെന്റാറസ്, ക്രക്സ്, മസ്ക, പിന്നെ ഇവിടെ ട്രയാങ്കുലം ആസ്ട്രേലിസ്, നോർമ. ഈ ഇത്രയും ഗണങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ സർക്കിനസ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 93 ചതുരശ്ര ഡിഗ്രി വലിപ്പമേ ഈ ഗണത്തിനുള്ളൂ. ചെറുതാണ്. -55.43 ഡിഗ്രിയിൽ നിന്നും -70.6 ഡിഗ്രി വരെ ഡെക്ലിനേഷനും. അതായത് ഒന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കാം, നമുക്കിവിടെ -55 എന്നാ പറഞ്ഞത് എന്ന് വെച്ചാൽ ഏതാണ്ട് 55 ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ വരും 55. 55 നിന്ന് ഇവിടെ ഇങ്ങനെ വരും. 55 നിന്ന് പിന്നെ അത് 70 വരെയാണ് അതിൻ്റെ സ്ഥാനം. 60, 70 ആ ഡെക്ലിനേഷൻ. റൈറ്റ് അസെൻഷൻ ആണെങ്കിൽ 13 മണിക്കൂർ 38 മിനിറ്റ് ഏതാണ്ട് ഇവിടെ വരും. ഇവിടുന്ന് തുടങ്ങി ഏതാണ്ട് ഇവിടെ ഇങ്ങനെ വരും. ഇവിടുന്ന് തുടങ്ങി അത് ഏതാണ്ട് 15 മണിക്കൂർ 30 മിനിറ്റ് വരെ ഏതാണ്ട് ഇവിടം വരെ അതിൻ്റെ വീതിയുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം. ഇതാണ് അതിൻ്റെ ഈ നക്ഷത്രഗണത്തിൻ്റെ അതിരുകൾ. ക്ഷീരപഥത്തിൻ്റെ തെക്ക് ഭാഗം, ക്ഷീരപഥം എങ്ങനെയാണ് ആകാശത്ത് കാണപ്പെടുന്നത് നമുക്കറിയാമല്ലോ. വടക്ക് ഭാഗം, ആകാശത്തിന്റെ വടക്ക് ഭാഗത്തിൽ നിന്ന് ഖഗോള മധ്യരേഖ കടന്ന് അത് അവസാനിക്കുന്ന ഏതാണ്ട് തെക്ക് ഭാഗത്തെ കൂടിയാണ്. അങ്ങനെ വലിയ ഒരു വൃത്തമായിട്ടാണ് ക്ഷീരപഥം കാണപ്പെടുന്നത്. അതിൻ്റെ വഴിയിൽ NGC 5823 എന്ന ഒരു തുറന്ന നക്ഷത്രബന്ധവും NGC 5315 എന്ന ഒരു ഗ്രഹസദൃശ നെബൂലയും സർക്കിനസ് ഗാലക്സി എന്ന ഒരു വർത്തുള ഗാലക്സി, ആ വർത്തുള ഗാലക്സിയുമുണ്ട്. 1977 ഈ ഗാലക്സി കണ്ടുപിടിക്കപ്പെട്ടത്. ഈ ഗാലക്സി ഭൂമിയുമായി ഏറ്റവും അടുത്ത ഒരു സെയ്ഫർട്ട് ഗാലക്സിയാണ്. സെയ്ഫർട്ട് ഗാലക്സി എന്താണെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. 1977 തന്നെയാണ് ആൽഫ സർക്കിനറ്റ് എന്ന ഉൽക്കാവർഷവും കണ്ടുപിടിക്കപ്പെട്ടത്. ഒരു ഉൽക്കാവർഷവും കൂടിയുണ്ട് ഈ ഗണത്തിൽ നിന്ന്.
1756 നേരത്തെ പറഞ്ഞ പോലെ നിക്കോളാസ് ലൂയിസ് ഡി ലെക്കെയിൽ ആണ് കോമ്പാസ് എന്നർത്ഥം വരുന്ന സർക്കിനസിനെ നക്ഷത്രഗണങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയത്. അതേ ചാർട്ടിൽ നോർമ, ട്രയാങ്കുലം ഓസ്ട്രേലിസ്, സർക്കിനസ് 3 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഈ 3 എണ്ണത്തിനെയും ഒരേ സമയത്ത് തന്റെ ചാർട്ടിൽ ലെക്കയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ആ നോർമ അല്ലെങ്കിൽ ട്രയാങ്കുലം ഓസ്ട്രേലിസ് സർക്കിനസ് എന്നതിന്റെ മലയാളത്തിലുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ? ഒന്നിന് പറഞ്ഞ സെറ്റ് സ്ക്വയർ, എല്ലാം ഡ്രോയിങ് ബോർഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഉപകരണങ്ങൾ. ഒരു വരപ്പുകാരന്റെ മേശപ്പുറത്ത് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. സെറ്റ് സ്ക്വയർ, റൂളർ, കോമ്പാസ് ഇവയൊക്കെ അതിനകത്ത് പെടുത്തി. 1763 ഈ ചാർട്ട് വീണ്ടും പരിഷ്കരിച്ചത് ലെക്കയിലായിരുന്നു. ഇടതുവശത്ത് കാണുന്നതാണ് നിക്കോളാസ് ഡി ലെക്കെ. 1930 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയന്റെ ആവശ്യപ്രകാരം ബെൽജിയംകാരൻ യൂജിൻ ബെല്ലാപോർട്ട് എന്ന മറ്റൊരു ജ്യോതിശാസ്ത്രജ്ഞനാണ് എല്ലാ നക്ഷത്രഗണങ്ങളെയും അതിഥി നിർണയം നടത്തി നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന 88 നക്ഷത്രഗണങ്ങളുടെ അതിരുകൾ അദ്ദേഹം നിർണയിച്ചു. 20-ാം നൂറ്റാണ്ടിൽ 1930 അങ്ങനെ നിർണയിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പറയാം. ലോകത്താകമാനമുള്ള പല സംസ്കാരങ്ങളിലുള്ള കാലാകാലങ്ങളുണ്ടായിരുന്ന മനുഷ്യർ ആകാശ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അത് തുടക്കം 5000-6000 കൊല്ലങ്ങൾക്ക് മുമ്പ് ബാബിലോണിയക്കാരാണെന്ന് നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈജിപ്തുകാർ നടത്തിയിട്ടുണ്ട്, മായന്മാർ നടത്തിയിട്ടുണ്ട്, ഇന്ത്യക്കാർ, ചൈനക്കാർ. അങ്ങനെ വിവിധ സംസ്കാരങ്ങളിൽ വിവിധ കാലങ്ങളിലായി ആകാശത്തെ കാണുന്ന നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന നക്ഷത്രങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഗണങ്ങളാക്കി തിരിക്കുകയുണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ഇത് പിൽക്കാലത്ത് ശാസ്ത്രം ഒരു പ്രസ്ഥാനമായി വളർന്നു വന്നപ്പോൾ, ജ്യോതിശാസ്ത്രവും അതിൻ്റെ കൂടെ വളർന്നു. ജ്യോതിശാസ്ത്രം പ്രസ്ഥാനമായി വളർന്നപ്പോൾ കൂടുതൽ പഠന മേഖലയിലേക്ക് ജ്യോതിശാസ്ത്രം വികസിച്ചു. ആ സമയത്ത് ഉണ്ടായ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സങ്കീർണമായ കുഴപ്പങ്ങളുണ്ടായി. ഈ നക്ഷത്രഗണങ്ങൾ പല സംസ്കാരങ്ങളിലും പല രീതിയിലും വന്നതേപ്പറ്റി. അങ്ങനെയാണ് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ ഇരട്ടിപ്പുള്ള നക്ഷത്രഗണങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു. ന്യായമായൊക്കെ കൃത്യമായി അതിരുകൾ ഉണ്ടാക്കി അവയ്ക്ക് ന്യായമായ പല സംസ്കാരങ്ങളും കൊടുത്ത പ്രാമുഖ്യമുള്ള പേരുകൾ കൊടുത്ത് പുനർനിർണയം ചെയ്തു. ഇതാണ് ബെൽജിയംകാരനായ യൂജിൻ ബെല്ലാപോർട്ട് ചെയ്തത്. ഈ നക്ഷത്രഗണത്തിൽ, അതായത് സർക്കിനസിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാന നക്ഷത്രങ്ങൾ. ഒന്ന് ആൽഫ സർക്കിനി. ഇത് ആൽഫ സർക്കിനിയാണ്, ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം. രണ്ടാമത്തത് ബീറ്റ സർക്കിനി. രണ്ടാമത്തത്. ഇവിടെ എൻ്റെ കർസർ നോക്കണം. മൂന്നാമത്തത് ഗാമ സർക്കിനിയാണ് ഇവിടെ. നാലാമത്തത് ഡെൽറ്റ സർക്കിനി. ഇങ്ങനെ 4 പ്രധാന നക്ഷത്രങ്ങളാണ് സർക്കിനസ് എന്ന നക്ഷത്രഗണത്തിലുള്ളത്. ബാക്കിയുള്ളവയൊക്കെ ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ധാരാളം ഇവിടെയൊക്കെ കാണാം ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ. അവയൊക്കെ വളരെ വിദൂര മേഖലയിലും സാധാരണ തരത്തിൽ ഒരു ചെറിയ ടെലിസ്കോപ്പ് കൊണ്ട് പോലും കാണാൻ പറ്റാത്തവയാണ്. അതുകൊണ്ടാണ് അവയെ ഒഴിവാക്കുന്നത്. കാലക്രമേണ താല്പര്യമുള്ളവർക്ക് വലിയ വലിയ ടെലിസ്കോപ്പുകളുമായിട്ട് പരിചയപ്പെടുമ്പോൾ അവ ഉപയോഗിക്കാനുള്ള ഒരവസരം ലഭ്യമാകുമ്പോൾ അവർക്ക് അതുപയോഗിച്ച് ഇവയെ കാണാവുന്നതേ ഉള്ളൂ, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവ പോലും ഈ കാണുന്ന ചെറിയ അപ്രധാനമായ നക്ഷത്രങ്ങളുടെ പോലും വിവരം പൂർണ്ണമായിട്ടും ഇക്കാലത്ത് ശേഖരിച്ച് ഡാറ്റാ ബാങ്കുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് പഠനം നടത്താൻ ഒരു പ്രയാസവുമില്ല.
ആൽഫ സർക്കനി എന്ന നക്ഷത്രം കാന്തിമാനം 4-ൽ കൂടുതൽ പ്രകാശമുള്ള ഒരു നക്ഷത്രം മാത്രമാണ്. അത് ആൽഫ സർക്കനി ഒരു ROAP നക്ഷത്രമാണ്. ROAP നക്ഷത്രം എന്നാൽ റാപ്പിഡ്ലി ഓസിലേറ്റിംഗ് നക്ഷത്രം എന്നാണ് പറയാം. തുടർച്ചയായി ആന്തോളനം ചെയ്യും ഒരു നക്ഷത്രം, അതിന്റെ അതിരുകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. ഇതാണ് ആ നക്ഷത്രത്തിന്റെ ആന്തോളനത്തിന്റെ ശൈലി. അത്തരം ഒരു നക്ഷത്രമാണ് നമ്മുടെ ഈ ആൽഫ സർക്കനി. ആ ആന്തോളനത്തിന്റെ പ്രകാശവക്രം, അത് പുറത്തുവിടുന്ന പ്രകാശവക്രത്തിന്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പ്രകാശത്തിന്റെ പരമാവധി പ്രകാശവും പിന്നെ വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും മേലെ കയറി വീണ്ടും മേലെ കയറി പോകുന്ന ആ പ്രകാശവക്രം, അതല്ലെങ്കിൽ അതിന്റെ ലൈറ്റ് കർവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും അതിന്റെ ആന്തോളനത്തിന്റെ തോത് മനസ്സിലാക്കാൻ കഴിയും. 54 പ്രകാശവർഷം അകലെയുള്ള 3.19 കാന്തിമാനത്തിലാണ് ആൽഫ സെന്റോറി എന്ന നക്ഷത്രത്തിന് അതിന്റെ 4 ഡിഗ്രി തെക്ക് ഭാഗത്തായിട്ടാണ് ഇതിന് കാണാൻ കഴിയുന്നത്. ആൽഫ സെന്റോറിയുടെ 4 ഡിഗ്രി തെക്ക് ഭാഗത്തായിട്ട്. ആൽഫ സെന്റോറി നമുക്കറിയാം, സെന്റാറസ് എന്ന നക്ഷത്രഗണത്തിലെ പ്രധാനപ്പെട്ട നക്ഷത്രമാണ് ആൽഫ സെന്റോറി. അതിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നന്നായിട്ട് കാണാൻ കഴിയും. ഈ ROAP നക്ഷത്രം ആന്തോളനം ചെയ്യുന്ന നക്ഷത്രം കൂടിയാണ് പറഞ്ഞു. A7 ആണ് ഇതിന്റെ വർഗം. അതിൽ നിന്നും സ്ട്രോൺഷ്യം, ക്രോമിയം, യൂറോപ്പിയം തുടങ്ങിയ ലോഹങ്ങളുടെ വികിരണം പുറത്തു വരുന്നുണ്ട്. ഇത്തരം നക്ഷത്രങ്ങൾക്ക് പ്രാദേശിക കാന്തിക ക്ഷേത്രം ഉണ്ടാകും. ആൽഫ സർക്കനിയുടെ അതൊരു ചരനക്ഷത്രം കൂടിയാണ്. അതിന്റെ 2 തരത്തിലുള്ള ഒരേ വർഷം എടുത്ത 2 ചിത്രങ്ങളാണ്. 2019 ജനുവരിയിലും 2019 ഡിസംബറിലും 6 മാസത്തിനകത്ത് അതിന്റെ പ്രകാശത്തിന്റെ വ്യതിയാനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ആൽഫ സർക്കനി ഒരു ഇരട്ട നക്ഷത്രം കൂടിയാണ്, ഒന്നല്ല. K5 വർഗത്തിലുള്ള ഇതിന്റെ കൂട്ടുനക്ഷത്രം ഒരു ഓറഞ്ച് കുള്ളനും 8.5 കാന്തിമാനവും ഉള്ളതാണ്. 2 നക്ഷത്രങ്ങളും തമ്മിൽ ദൂരം 260 AU വരും. 2 സമയങ്ങളിലുണ്ടായ പ്രകാശ വ്യതിയാനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബീറ്റ സർക്കനിയാകട്ടെ ഒരു വെള്ള മുഖ്യശ്രേണി A3VA വർഗത്തിൽപ്പെട്ടതാണ്. ഇതിന്റെ കാന്തിമാനം 4.07 100 പ്രകാശവർഷം അകലെയുമാണിത്. 1.08 സൗര വലുപ്പമുണ്ട്, അതായത് സൂര്യന്റെ വലുപ്പമുണ്ട് ഈ നക്ഷത്രത്തിന്. ഇവിടെ മേലെ കൊടുത്തിരിക്കുന്നത് സവിശേഷമായ ഒരു ചാർട്ടാണ്. ഈ ചാർട്ടിന് പറയുന്നത് HR ഡയഗ്രാം എന്നാണ്. അതായത് HR ഡയഗ്രാം. ഈ HR ഡയഗ്രാമിന്റെ ഹെഡ്സ്പ്രങ് റസൽ ഡയഗ്രാം എന്നാണ് പേര്. HR 2 രാജ്യക്കാരായ 2 ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഒരേ സമയം നക്ഷത്രങ്ങളെ നിരീക്ഷിച്ച് വർഗീകരണം ചെയ്തപ്പോൾ ആ നക്ഷത്രങ്ങളെ ഒരു ഗ്രാഫിക് ചാർട്ടിൽ എങ്ങനെ അടയാളപ്പെടുത്താമെന്ന് പരിശ്രമിച്ചതിന്റെ ചാർട്ടാണ്. ഇതിൽ മുഖ്യശ്രേണി നക്ഷത്രങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. മുഖ്യശ്രേണി നക്ഷത്രങ്ങൾ എന്താണെന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു നക്ഷത്രം പ്രാഗ് നക്ഷത്രമായി ജനിച്ച് അതിന്റെ കേന്ദ്രത്തിൽ ഹൈഡ്രജൻ സംലയനം തുടങ്ങിക്കഴിഞ്ഞാൽ താപനില വളരെ കൂടും. കൂടാനാവശ്യമായ താപനില തന്നെ തുടക്കത്തിന് തന്നെ 15 ലക്ഷം K താപനില ആവശ്യമുണ്ട്. അത് ക്രമേണ മുഖ്യശ്രേണിയിലേക്ക് വരുമ്പോഴേക്കും ആ നക്ഷത്രം ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ജീവിത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലെത്തി നിൽക്കും. അതാണ് നക്ഷത്രത്തിന്റെ പ്രധാനപ്പെട്ട ജീവിത കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നക്ഷത്രം കൃത്യമായി
ദ്രവസ്ഥിതി സന്തുലനം നിലനിർത്തും. അതായത് നക്ഷത്രം ജീവിക്കുന്നത് തന്നെ ആ കാലഘട്ടത്തിൽ, മുഖ്യശ്രേണി ഘട്ടത്തിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വലിബ്രിയം കൊണ്ടാണ്. എന്ന് വെച്ചാൽ അതൊന്നുകൂടെ ചെറുതായി ഒന്ന് വിവരിക്കുകയാണെങ്കിൽ, നക്ഷത്രത്തിന്റെ പുറത്തു നിന്ന് അതിന്റെ ഉള്ളിലേക്ക് വരുന്ന ഗുരുത്വാകർഷണവും ശക്തമായ ഗുരുത്വ സമ്മർദ്ദവും നക്ഷത്രത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് വിടുന്ന ശക്തമായ ഊർജ വികിരണവും തമ്മിൽ തുല്യ നിലയിൽ എത്തുമ്പോഴാണ്, അത് രണ്ട് ബലാബലമായ ശാക്തിക ബലാബലത്തിൽ എത്തുമ്പോഴാണ് നക്ഷത്രം നിലനിൽക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അത്തരം നക്ഷത്രങ്ങളെ മുഖ്യശ്രേണി നക്ഷത്രങ്ങൾ, അതല്ലെങ്കിൽ മെയിൻ സീക്വൻസ് സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബീറ്റ സർക്കിനി ഒരു വെള്ള മുഖ്യശ്രേണി നക്ഷത്രമാണ്. A3 വർഗത്തിൽപ്പെട്ടതുമാണ്. അതിന്റെ കാന്തിമാനം 4.07 100 പ്രകാശവർഷം അകലെയും 1.08 സൗരവലുപ്പവും അതിനുണ്ട്. അടുത്തത് ഗാമ സർക്കിനിയാണ്. ഗാമ സർക്കിനി ഒരു ബൈനറി നക്ഷത്രമാണ്. ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബൈനറി നക്ഷത്രം എന്നത്. ഒരു മെയിൻ സീക്വൻസ് സ്റ്റാറിന്റെ അല്ലെങ്കിൽ മുഖ്യശ്രേണി നക്ഷത്രത്തെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളക്കുള്ളനുള്ള ആ സംവിധാനത്തിനാണ് ബൈനറി നക്ഷത്രം എന്ന് പറയുന്നത്. രണ്ടിന്റെയും ഗുരുത്വ കേന്ദ്രത്തിന് ചുറ്റും രണ്ടാമത്തെ നക്ഷത്രം ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. 450 പ്രകാശവർഷം അകലെയുള്ള ഇതിന് ചുരുങ്ങിയത് 6 ഇഞ്ച് ടെലിസ്കോപ്പ് കൊണ്ട് കാണാൻ കഴിയും. രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ 0.8 ആർക്ക് സെക്കൻഡ് വിടവുണ്ട്, ഗ്യാപ്പ്. പ്രധാന നക്ഷത്രം 4.5 കാന്തിമാനത്തിൽ നീല നിറത്തിലും രണ്ടാമത്തേത് മഞ്ഞ നിറത്തിലും കാന്തിമാനം 5.5 ഇവ തമ്മിൽ പരിക്രമണം ചെയ്ത് 180 വർഷം കൊണ്ടാണ് ഒരു പ്രാവശ്യം ഈ പറയുന്ന രണ്ടാമത്തെ നക്ഷത്രവും മറ്റേ പ്രധാനപ്പെട്ട മുഖ്യ ശ്രേണി നക്ഷത്രത്തിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും പരസ്പരം കറങ്ങുകയാണ്. രണ്ടിന്റെയും ഗുരുത്വ കേന്ദ്രം ഒന്നായിരിക്കും. അത് ആ പ്രധാന നക്ഷത്രത്തിന്റെ ഉള്ളിലെവിടെയോ ആയിരിക്കും. ആ കേന്ദ്രത്തിന് ചുറ്റുമായിരിക്കും രണ്ടാമത്തെ നക്ഷത്രം കറങ്ങുക. ഡെൽറ്റ സർക്കിനി ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ്. തന്റെ കൂട്ടുനക്ഷത്രത്തെ ദീർഘ പരിക്രമണ പഥത്തിൽ ചുറ്റുന്ന ഇരട്ടകൾ കൂടിയാണ്. ഇവിടെ കാണാം, ഇത് മൂന്നും ഒറ്റ ഒരു നക്ഷത്ര കൂട്ടത്തിൽപ്പെട്ടതാണ്. അൽഗോൾ എന്ന നക്ഷത്രത്തിന്റെ ഒരു ഉദാഹരണം കാണിച്ചാണ് ഇവിടെ. നമ്മുടെ ഡെൽറ്റ അല്ല ഇത്. ആ ഡെൽറ്റ എങ്ങനെ ഉണ്ടാവും എന്നത് ഒരു ഉദാഹരണമായി ഇവിടെ കാണിച്ചതാണ്. അൽഗോൾ എ, അൽഗോൾ ബി, അൽഗോൾ സി മൂന്നും കൂടി ചേർന്ന ഒരു കമ്പൈൻഡ് ആയിട്ട് കൂട്ടുനക്ഷത്രമായി മാറുക. മറ്റൊന്ന് ഈത്ത സർക്കിനിയാണ്. ഇതൊരു മഞ്ഞ ഭീമൻ നക്ഷത്രത്തിന്റെ വർഗം G8 3 കാന്തിമാനം 5.17 ദൂരം ഏതാണ്ട് 276 പ്രകാശവർഷം അകലെയുമാണ്. ഇനിയുള്ള വളരെ വിദൂരമായതും അപ്രധാനമായ നക്ഷത്രങ്ങളാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ചെറു നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹയൂഥങ്ങളും ഈ അടുത്ത കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ പ്രധാനമായത് HD 13406 HD 129445 എന്നിവയാണ്. കൂടാതെ 9 വൂൾഫ്രൈറ്റ് നക്ഷത്രങ്ങൾ ഈ ഗണത്തിൽ വിദൂര സ്ഥലങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നു. കാണാൻ പ്രയാസമാണ്. എങ്കിലും എന്താണ് വൂൾഫ്രൈറ്റ് നക്ഷത്രങ്ങൾ എന്ന് നോക്കാം. സവിശേഷമായ പ്രകാശം പുറപ്പെടുവിക്കുന്ന നക്ഷത്രങ്ങളെയാണ് വൂൾഫ്രൈറ്റ് നക്ഷത്ര കൂട്ടങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒറ്റ നക്ഷത്രങ്ങളല്ല. ഇവിടെ ഇടതുവശത്ത് കാണാം, ഇതൊരു വൂൾഫ്രൈറ്റ് നക്ഷത്രമാണ്. പക്ഷേ നിരവധി നക്ഷത്രങ്ങൾ ഇതിലുണ്ട്. ആ വിവിധ നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തിന്റെ വ്യത്യാസമാണ് ഈ വൂൾഫ്രൈറ്റ് നക്ഷത്രത്തിന്റെ നിറങ്ങൾ ഈ രീതിയിൽ ആകാൻ കാരണം. ഇവയിൽ നിന്നും അയണീകൃത ഹീലിയം, നൈട്രജൻ, കാർബൺ തുടങ്ങിയ വാതകങ്ങളിൽ നിന്നുള്ള വികിരണം പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. ഭയാനകമായ താപനില വെച്ച് പുലർത്തുന്ന തരത്തിലുള്ള നക്ഷത്രങ്ങളാണ് വൂൾഫ്രൈറ്റ് നക്ഷത്രങ്ങൾ. ചുരുങ്ങിയത് 20,000 കെയിൽ നിന്നും 2,10,000 കെ വരെ ആകാം അവയുടെ താപനില.
ഹൈഡ്രജൻ ഫ്യൂഷൻ നിലക്കുന്നതോടെ ഹീലിയം ഫ്യൂഷൻ ആരംഭിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ കേന്ദ്രത്തിൽ ഘനലോഹങ്ങൾ ഉണ്ടാകുന്നു. ഒരു നക്ഷത്രത്തിന്റെ കേന്ദ്രത്തിൽ ഘനലോഹങ്ങൾ രൂപപ്പെടാൻ തുടങ്ങുന്നതോടെ ആ നക്ഷത്രത്തിന്റെ അന്ത്യമെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹൈഡ്രജൻ തീർന്നു പോകുന്നതുകൊണ്ടാണല്ലോ ഹീലിയം ഫ്യൂഷൻ ഉണ്ടാകും. അതാണ് വൂൾഫ്-റൈറ്റ് നക്ഷത്രങ്ങളുടെ കഥ. സർക്കിനസ് ഗണത്തിന്റെ അതിരുകൾക്കുള്ളിൽ 3 നക്ഷത്രക്കൂട്ടവും ഒരു ഗ്രഹസദൃശ നെബൂലയും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ അമേച്വർ ടെലിസ്കോപ്പുകൾ കൊണ്ട് കാണാൻ കഴിയുന്നവയാണ്. അമേച്വർ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വലിയ നിരീക്ഷണ നിലയങ്ങളിലുള്ള ടെലിസ്കോപ്പുകളല്ല, പലതും ചെറിയ ചെറിയ വ്യാസം മാത്രമുള്ള 8 ഇഞ്ച്, 6 ഇഞ്ച്, 12 ഇഞ്ച്, 16 ഇഞ്ച് അല്ലെങ്കിൽ 20 ഇഞ്ച്, 24 ഇഞ്ച് മാതിരിയുള്ള ഇതൊക്കെ ഇന്ന് അമേച്വർ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പുകളാണ്. NGC 5823 അതല്ലെങ്കിൽ മറ്റൊരു പേര് കൂടിയുള്ളത് കാൾഡ്വെൽ 88 800 പ്രകാശ വർഷം പഴക്കം ചെന്നത് 3500 പ്രകാശ വർഷം അകലെയാണ്. ഈ തുറന്ന നക്ഷത്രബന്ധം ഏതാണ്ട് 12 പ്രകാശ വർഷം വ്യാപിച്ച് കിടക്കുന്നു. അത്ര വലുതാണ്. അതിന്റെ കാന്തിമാനം 17.9 ബീറ്റ സർക്കുണിയിൽ നിന്നോ ആൽഫ സർക്കുണിയിൽ നിന്നോ ഇതിനെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ഈ ഒരു 5823 സവിശേഷത ഏതാണ്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എസ്റ്റിനെ തലതിരിച്ചിട്ട പോലെ ഇരിക്കുന്നത്. ഇതാ ഇങ്ങനെ 5823 100 നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടാവും. ഇവിടെ ഒന്നും കൂടെ അതിനെ കാണാം. 5823 ഇതാണ് 5823 എന്നുള്ള തുറന്ന നക്ഷത്രക്കൂട്ടം. 10 ആർക്ക സെക്കൻഡ് സ്ഥലത്ത് ഇംഗ്ലീഷ് അക്ഷരം എസ് തലതിരിച്ചിട്ട പോലെ ഇതിനെ കാണാം. ഇതേമാതിരി മറ്റൊരു നക്ഷത്രക്കൂട്ടം ലുപ്പസ് ഗണത്തിലുണ്ട്. ലുപ്പസ് ഗണം അതിനടുത്ത് തന്നെയാണ്. പലപ്പോഴും ഇത് രണ്ടും തമ്മിൽ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അതിന്റെ നമ്പർ 5822 ഓർമ്മ വേണം. ഏതാണ്ട് ഇതുപോലെയുള്ള രൂപമാണിത് ലുപ്പസിൽ. പിസ്മിസ് 20 എന്ന മറ്റൊരു നക്ഷത്ര ബന്ധം സർക്കനസിലുണ്ട്. അതാണിത് പിസ്മിസ് 20. ചുരുങ്ങിയത് 4.5 ആർക്ക് സെക്കൻഡ് പ്രദേശത്ത് ചുരുങ്ങിയ ഒരിടത്തിൽ 12 നക്ഷത്രങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. ഈ കാണുന്നത് അടുത്തടുത്തായിട്ട് ഒരു 300 mm ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ ഇതിനെ വിശദമായി കാണാൻ കഴിയും. NGC 5315 കാന്തിമാനം 9.8 ഈ ഗ്രഹസാദൃശ നെബുല ഇവിടെ കാണാം. ഏറ്റവും ഇടതുവശത്തായിട്ട് നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. ആകാശത്തൊരു പൂ വിടർന്നു നിൽക്കുന്ന പോലെയുണ്ട്. ഇത്തരം ധാരാളം പൂക്കളും മനുഷ്യൻ ഭൂമിയിൽ കണ്ടെത്താത്ത അതിമനോഹരമായ വസ്തുക്കളും ഒരിടമാണ് പ്രപഞ്ചം. ആഴപ്രപഞ്ചത്തെ നമ്മളൊന്ന് നല്ല ടെലിസ്കോപ്പിൽ കൂടെ കാണുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നെബുല ആൽഫ സർക്കനിയിൽ നിന്നും 5.2 ഡിഗ്രി പടിഞ്ഞാറ് കാണാം. അതിന്റെ തൊട്ടടുത്ത് തന്നെ ബെർണസ് 145 എന്ന ഡാർക്ക് നെബൂലയും ഉണ്ട്. ഇതാണ് ഡാർക്ക് നെബൂല. ഈ ഡാർക്ക് നെബൂലയ്ക്ക് അടുത്തുള്ള മേഘങ്ങളെ അതിൽ നിന്ന് വരുന്ന അതൊരു റിഫ്ലക്ഷൻ നെബൂലയാണ്. അതിൽ നിന്ന് പ്രകാശം ചിലപ്പോൾ പ്രകാശമാനമാക്കാറുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്, ഒരു റിഫ്ലക്ഷൻ നെബൂല. ഇനിയുള്ളത് സർക്കിനസ് ഗാലക്സിയാണ്. 1977 കണ്ടെത്തിയ ഈ ഗാലക്സി ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള സൈഫർട്ട് ഗാലക്സിക്ക് 26,000 പ്രകാശവർഷം വ്യാസമാണ് വലിപ്പം. 130 ലക്ഷം പ്രകാശവർഷം അകലെയാണ് ഇതുള്ളത്. ഇതൊരു സജീവ ഗാലക്സി കേന്ദ്രമാണ് ഇതിനുള്ളത്. ആക്റ്റീവ് ഗാലക്സിക് ന്യൂക്ലിയ എന്ന് പറയും. ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിക്കുള്ള ഒരു സവിശേഷത
ഒട്ടുമിക്ക ഏജിയന്റെ മധ്യത്തിലും ഒരു തമോദ്വാരം ഉണ്ടാകും. അതാണ് അതിന്റെ സവിശേഷത. അതേപോലെ ഈ സർക്കനസ് ഗാലക്സിക്കുമുണ്ട്. എന്തൊരു കാഴ്ചയാണ്, അതിമനോഹരം. സർക്കനസ് ഗാലക്സിയുടെ മധ്യത്തിൽ X1 എന്നൊരു ന്യൂട്രോൺ നക്ഷത്രമുള്ള ഇരട്ട നക്ഷത്ര സംവിധാനമാണ് സർക്കനസ് X1. ഇവിടെ കാണാം. 2007 ചന്ദ്ര എക്സ്റേ ടെലിസ്കോപ്പ്, ഇതാണ് ചന്ദ്ര എക്സ്റേ ടെലിസ്കോപ്പ്. നമ്മുടെ സുബ്രഹ്മണ്യം ചന്ദ്രശേഖരന്റെ പേരിലാണ് ഈ ടെലിസ്കോപ്പ് അമേരിക്കയുടെ നാസ ബഹിരാകാശത്തേക്ക് അയച്ചത്. വളരെ വർഷങ്ങളായി. ഇത് വലിയൊരു സേവനമാണ് മനുഷ്യരാശിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്റേ പ്രകാശത്തിൽ വരുന്ന വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. കൂടാതെ PSRB 150958 എന്ന പൾസാറും കണ്ടെത്തി. 20 പ്രകാശവർഷം ദൈർഘ്യമുള്ള ഒരു ലൈറ്റ് ജെറ്റ് ഇതിനകത്തുനിന്ന് പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിനകത്ത് മധ്യത്തിൽ നിന്ന് പ്രകാശധാര. അതൊരു ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ മധ്യഭാഗത്തു നിന്നാണ്. AD 185 ചൈനക്കാർ ആണ് SN 185 എന്ന സൂപ്പർനോവയെ കണ്ടെത്തിയത്. ചൈനക്കാരുടെ ഒരു ഗുണം, മറ്റേതൊരു രാജ്യത്തെക്കാൾ കൂടുതൽ ഏറ്റവും അധികം ആകാശ വസ്തുക്കളെ കണ്ടുപിടിച്ച് കൃത്യമായി രേഖപ്പെടുത്തി വെച്ച കൂട്ടരാണ് അവർ. നമ്മൾ ഇന്ത്യക്കാർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ലോകത്തുള്ള മറ്റെല്ലാ രാഷ്ട്രങ്ങളും ജ്യോതിശാസ്ത്രത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് എത്രയോ മുൻപ് തന്നെ, ഈവൻ ബാബിലോണിക്കാരുടെ ശേഷം ചൈനക്കാർ ചെയ്തത് കൃത്യമായി അവിടുത്തെ സർക്കാരുകൾ, ഗവൺമെന്റുകൾ ആകാശ നിരീക്ഷണം നടത്താനുള്ള പ്രത്യേകം വകുപ്പ് സർക്കാരിൽ ഉണ്ടാക്കി വെച്ചിരുന്നു. അവർ അതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ മാരകമായ അനുഭവമായിരിക്കും ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാർക്കുണ്ടാവുക. അവരുടെ കാലത്ത് ഒരു ധൂമകേതുവെ കണ്ടെത്താൻ വിട്ടുപോയ 2 ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് വധശിക്ഷ വിധിച്ചതായി ചൈനയുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒരാളുടെ പേര് ഹു എന്നും മറ്റൊരാളുടെ പേര് ഹോ എന്നുമായിരുന്നു. അത്ര കണിശമായ ആകാശ നിരീക്ഷണം നടത്തി രേഖപ്പെടുത്തി വെച്ചതാണ്. അതുകൊണ്ടാണ് AD 185 പിന്നീട് AD 1054 സൂപ്പർനോവകളെ ചൈനക്കാർ കണ്ടെത്തി രേഖപ്പെടുത്തി വെച്ചത്. അതാണല്ലോ നമുക്ക് ഇപ്പോഴും ആകാശത്ത് കാണാൻ കഴിയുന്ന ക്രാബ് നെബുല എന്ന പ്രശസ്തമായ ഒരു സൂപ്പർനോവ അവശിഷ്ടം നമ്മുടെ ഇടവൻ രാശിക്കകത്തുണ്ട്. ഈ പറയുന്ന AD 185 ഏതാണ്ട് 8 മാസങ്ങൾ പൂർണ്ണ ചന്ദ്രന്റെ പ്രകാശത്തിൽ ആകാശത്തെ കണ്ടിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടു. മറ്റൊരു നോവ സർക്കനി 1926 സെപ്റ്റംബർ മാസം കണ്ടത് 1929 ആയപ്പോഴേക്കും മങ്ങിപ്പോയി.